ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്വാഗതം. നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 29ാമത്തെ ഗീതം, നമ്മുടെ പേരിനൊത്ത് ജീവിക്കുന്നു എന്ന ഗീതം നമുക്ക് ഒത്തൊരുമിച്ച് ആലപിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മുടെ പേരിനൊത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദയവായി എല്ലാവർക്കും ഇരിക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ശുശ്രൂഷയാണ് നടത്താൻ പോകുന്നത്. ഗൃഹപ്രവേശന ശുശ്രൂഷ. ഒരു പുതിയ വീട് പണിത് കഴിഞ്ഞാൽ അതിന് ഗൃഹപ്രവേശനം നടത്തണം, ഒരു ശുശ്രൂഷ നടത്തണം എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊരു ആചരണമല്ല. പുരാതന കാലത്ത്, പണ്ട് ഇസ്രായേൽ മക്കളുടെ കാലത്ത് ഈ ആചരണം ഉണ്ടായിരുന്നതായിട്ട് ബൈബിൾ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ആവർത്തന പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ആവർത്തനം 20:5. ബൈബിളിലെ 5-ാമത്തെ പുസ്തകമാണ് ആവർത്തനം. അതിൽ ആവർത്തനം എന്ന് പറയുമ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 1400-1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം എഴുതിയത്, ക്രിസ്തുവിന് മുമ്പ്. അപ്പം ചിന്തിച്ച് നോക്കണം, ഇന്നേക്ക് ഏതാണ്ട് ഒരു 3000-3500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗൃഹപ്രവേശനത്തെ സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അധികാരികൾ ജനത്തോട് ഇങ്ങനെ പറയണം, പുതിയ ഒരു വീട് പണിതിട്ട് അതിൻ്റെ ഗൃഹപ്രവേശം നടത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചല്ലോ അല്ലേ? പുതിയൊരു വീട് പണിതിട്ട് ഗൃഹപ്രവേശം നടത്തിയിട്ടില്ലെങ്കിൽ അവർ വീട്ടിലോട്ട് മടങ്ങിപ്പോകട്ടെ എന്ന്. ഇതിൻ്റെ സന്ദർഭം എന്നാണെന്നറിയാവോ? ഇസ്രായേൽ മക്കൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി യോദ്ധാക്കളെ അണിനിരത്തുന്ന സമയമാണ്. അപ്പോൾ യോദ്ധാക്കൾ ഇങ്ങനെ അണിനിരത്തുന്ന സമയത്ത്
അധികാരികൾ ഈ യോദ്ധാക്കളോട് പറയുന്ന വിഷയമാണ് പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു പുതിയ വീട് പണിതിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, യുദ്ധത്തിന് വരണ്ട, നിങ്ങൾ വീട്ടിലോട്ട് മടങ്ങി പോയിക്കൊള്ളണം പറഞ്ഞു കേട്ടോ. അപ്പം ഗൃഹപ്രവേശനം നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആവശ്യമായൊരു സംഗതിയായിട്ട് ഇസ്രായേൽ മക്കളുടെ നാളുകളിൽ ഉണ്ടായിരുന്നു 3500 വർഷങ്ങൾക്ക് മുമ്പ്. ശരി, നമ്മൾ ഈ ഗൃഹപ്രവേശനത്തോട് ബന്ധപ്പെട്ട് ഗീതങ്ങൾ ആലപിച്ചിരുന്നതായിട്ടും ബൈബിൾ റെക്കോർഡുകളുണ്ട്. നമുക്ക് ഈ സങ്കീർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകം 30 അധ്യായത്തിൻ്റെ മേലെഴുത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം 30 അധ്യായം അതിൻ്റെ മേലെഴുത്ത് അവിടെ പറയുന്നത് ഇങ്ങനെ: ദാവീദ് രചിച്ച സ്തുതിമധുരമായ ഗാനം. എന്നിട്ട് പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചോ, ഭവനത്തിൻ്റെ ഉദ്ഘാടന ഗീതം. ഉദ്ഘാടനം ഒരു ഗീതം ഉണ്ടായിരുന്നു അന്ന കാലത്ത്. ഭവനം ഒരു പുതിയ ഭവനം പണിത് കഴിഞ്ഞാൽ അതിനൊരു ഉദ്ഘാടന ഗീതം ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ഉദ്ഘാടനം നടത്തുക എന്നുള്ളത് ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന നാളുകളിൽ ഒരു പതിവായിരുന്നു എന്നുള്ളത് വ്യക്തമായി. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഈ ഉദ്ഘാടനം നടത്തണം എന്നുള്ളത് ബൈബിൾ പതിവുകളൊന്നുമില്ല. അപ്പോസ്തലന്മാരും അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരും 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളാരും ഈ ഒരു ഗൃഹപ്രവേശന ശുശ്രൂഷ നടത്തിയതായിട്ടൊന്നും ബൈബിൾ റെക്കോർഡുകളിലില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പതിവ് പോലെ ആ ആചരണം, പണ്ട് തുടങ്ങിയ അതേ ആചരണം നമ്മൾ ഇന്നും തുടങ്ങി വരുന്നു. ഈ ഗൃഹപ്രവേശനം, ഒരു വീട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു സംഭവമാണ്. എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ സ്വന്തമായിട്ടുള്ളൊരു വീടുണ്ടാക്കാൻ വേണ്ടി പലരും കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ചിലർക്ക് എത്താൻ പറ്റുന്നില്ല, ചിലർക്ക് എത്താൻ പറ്റുന്നു. പക്ഷേ എല്ലാവർക്കും വീട് കിട്ടുന്നൊരു കാലം, സ്വന്തമായിട്ട് വീട് കിട്ടുന്നൊരു കാലം ഉണ്ടാകും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. എല്ലാവർക്കും, വീടില്ലാത്ത എല്ലാവർക്കും സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ അവർക്ക് വീട് കിട്ടും എന്ന് ഒരു വാക്യം ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ബൈബിൾ പറയുന്നിട്ടുണ്ടോ ഒന്ന് തെളിവാണല്ലോ നമുക്ക്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ബൈബിൾ ഒന്ന് തുറക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായത്തിൽ 65-ാം അധ്യായത്തിലേക്കാണ്. 65-ാം അധ്യായം, യെശയ്യാ 65-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവർ വീടുകൾ പണിത് താമസിക്കും, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കും. മറ്റുള്ളവർക്ക് താമസിക്കാനായിരിക്കില്ല അവർ വീട് പണിയുന്നത്, മറ്റുള്ളവർക്ക് ഭക്ഷിക്കാനായിരിക്കില്ല അവർ കൃഷി ചെയ്യുന്നത്. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വർഷത്തിൻ്റെ ആയുസ് പോലെയാകും. ഞാൻ തിരഞ്ഞെടുത്തവർ മതിവരുവോളം തങ്ങളുടെ അധ്വാന ഫലം ആസ്വദിക്കും. എന്നിട്ട് പിന്നെ പറയുന്നത്, അവരുടെ അധ്വാനം വെറുതെയാകില്ല, കഷ്ടപ്പെടാനായി അവർ മക്കളെ പ്രസവിക്കില്ല. അവരെല്ലാം യഹോവ അനുഗ്രഹിച്ച മക്കളാണ്, അവരുടെ വരും തലമുറകളും അനുഗ്രഹീതരാണ്. അവർ വിളിക്കും മുമ്പേ ഞാൻ ഉത്തരം നൽകും, അവർ സംസാരിച്ച് തീരും മുമ്പേ ഞാൻ കേൾക്കും. കേട്ടോ? അപ്പം ഇവിടെ 21-ാം വാക്യം പറയുന്നതനുസരിച്ച് അവർ വീടുകൾ പണിത് പാർക്കും. എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള വീടുകൾ ഉണ്ടായിരിക്കുമെന്നാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയോ? ഇപ്പോഴല്ല, ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോഴാണ്. ഇനിയൊരു ഭരണം വരികയാണെങ്കിൽ, ലോകം മുഴുവനും ഒരു ഭരണം വരികയാണെങ്കിൽ അത് ദൈവരാജ്യമായിരിക്കും ഭരിക്കാൻ പോകുന്നത്. ദൈവരാജ്യത്തിൻ്റെ രാജാവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവും ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുന്ന ഒരു കൂട്ടം ആളുകളും ചേർന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. എല്ലാവർക്കും വീടുകളുണ്ടായിരിക്കും. ഇതുപോലെ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ കഠിനമായ അധ്വാനം ഉണ്ടായിട്ടുണ്ട്. ആദ്യം തൊട്ട്, ഇതിൻ്റെ തുടക്കം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരാ നമുക്ക് താങ്ങി നിർത്തിയെന്നറിയോ? ദൈവമാണ്. യഹോവ നമ്മളെ താങ്ങി നിർത്തി. ഇത് പറയുമ്പോഴാണ് പലപ്പോഴും നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ യഹോവ താങ്ങി നിർത്തിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? ഏത് വാക്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? യഹോവ താങ്ങിയിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു വാക്യം നമ്മുടെ മനസ്സിലേക്ക് വരും. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ നല്ലവനെന്ന് രുചിച്ചറിയൂ എന്നാണ് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, രുചിച്ചറിയാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും
സുപരിചിതനാണ് യഹോവ. കാരണം യഹോവയെ നമ്മളെല്ലാവരും രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലൂടെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ, മനസ്സ് കഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ യഹോവ നമ്മളെ താങ്ങി നിർത്തിയതായിട്ട് ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഉണരാത്ത ആരാണ് നമ്മളുടെ ഇടയിലുള്ളത്? നമ്മൾക്കെല്ലാവർക്കും അത് അനുഭവവേദ്യമായിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് എന്താണെന്നറിയാം? ദൈവത്തിൽ അഭയം തേടുന്ന മനുഷ്യൻ സന്തുഷ്ടനാണ്. അപ്പോൾ യഹോവയാം ദൈവത്തിൽ നമ്മൾ അഭയം തേടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കും എന്നുള്ള. ഈ അഭയം തേടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അഭയം തേടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ നമുക്കൊരു വാക്യം പരിശോധിക്കാം. നിങ്ങൾക്ക് ആവർത്തന പുസ്തകം തന്നെ നമുക്ക് 31 അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നോക്കാം. ആവർത്തന പുസ്തകം 31-ന്റെ 8-ാം വാക്യം. എന്താണ് ഈ അഭയം തേടുക? യഹോവയിൽ തന്നെ അഭയം തേടുന്നവർ സന്തുഷ്ടരാണെന്നല്ലേ പറയുന്നത്. എങ്ങനെ നമുക്ക് യഹോവയിൽ അഭയം തേടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തുഷ്ടരായിരിക്കാൻ കഴിയുന്നത്? ആവർത്തന പുസ്തകം 31-ന്റെ 8-ാം വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ നിനക്ക് മുന്നിൽ പോവുകയും. അപ്പോൾ യഹോവയെ അഭയം തേടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. അവരനുഭവിക്കുന്ന കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. യഹോവ നിനക്ക് മുന്നിൽ പോകുകയും നിന്നോട് കൂടെ ഇരിക്കുകയും ചെയ്യും. അത് ഫീൽ ചെയ്യും. നമ്മൾ എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട്. യഹോവ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർന്ന് പറയുന്നത്, ദൈവം നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നാണ്. അപ്പോൾ യഹോവ നമ്മളെ താങ്ങും, യഹോവ നമ്മളെ കൈപിടിച്ച് വഴി നടത്തും. നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നതനുസരിച്ച് യഹോവയാണ് നമ്മുടെ മുന്നിൽ പോകുന്നത്, യഹോവയാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പം പ്രശ്നങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ വരുമ്പോൾ നമ്മൾ തളരാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ വാക്യം നമ്മെ സഹായിക്കുന്നു. നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ചാലും നമ്മളെപ്പോഴും ഈ വീട് പണിയുന്നതിനോടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു വാക്യമുണ്ടല്ലോ. ഏത് വാക്യമാണ്? സങ്കീർത്തനം 127-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ പറയുന്നത്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നത് വെറുതെയാണ്. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും യഹോവ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. പക്ഷേ ഇവിടെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീട് പണിയുന്നതോട് ബന്ധപ്പെട്ടോ ഇതുപോലുള്ള ഭവനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ മിടുക്കമുണ്ടാകും? നമ്മളൊരിക്കലും ചിന്തിക്കരുത് അത് എൻ്റെ മിടുക്കമുണ്ടാകും, എൻ്റെ കഴിവാണ്, ഞാൻ സമ്പാദിച്ചതാണ്. ഒരിക്കലും നമ്മളങ്ങനെ പറയുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു ചക്രവർത്തി പറഞ്ഞു. യഹോവയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ചക്രവർത്തിയെ നശിപ്പിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാഠം പഠിപ്പിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമേ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ആ സാമ്രാജ്യം ഇല്ല. ലോകാത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നു ഹാങ്ങിങ് ഗാർഡൻ. കേട്ടിട്ടില്ലേ? തൂങ്ങുന്ന പൂന്തോട്ടം ഇല്ലേ? ആ ഉണ്ടാക്കിയ ആൾ എവിടെ പോയി? ആ രാജ്യം എവിടെ പോയി? ബാബിലോൺ സാമ്രാജ്യം. അദ്ദേഹം ഒരിക്കൽ മട്ടുപ്പാവിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടു, ഓ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. യഹോവ അദ്ദേഹത്തെ ശിക്ഷിച്ചു, അദ്ദേഹത്തിനെ കാര്യം പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾ 2 പേര് വന്നു. അതിനുശേഷം ആ സാമ്രാജ്യം പൂർണ്ണമായിട്ട് ഇല്ലാതായി. അതുകൊണ്ടാണ് ഈ വാക്യം അന്വർത്ഥമായി തരുന്നത്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നത് വെറുതെയാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ടാലൻറ്റുകൾ, എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ടോ അതെല്ലാം തീർച്ചയായിട്ടും യഹോവ നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ആരുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം? യഹോവയുടെ മഹത്വത്തിന് വേണ്ടി തന്നെ നമ്മളങ്ങ് ഉപയോഗിക്കണം. അപ്പോഴാണ് യഹോവയ്ക്ക് സന്തോഷം വരുന്നത്. യഹോവ അത് തന്നെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ്. കാരണം യഹോവ എപ്പോഴും നമ്മളോട് പറയുന്നത് എന്നാണെന്നറിയോ? യഹോവയെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന, യഹോവയുടെ വഴിയിലൂടെ നടക്കുന്ന, യഹോവയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യഹോവ പറഞ്ഞിട്ടുള്ളൊരു ഉറപ്പുണ്ട്. എന്നാണെന്നറിയോ? സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യം. 84-ന്റെ 11-ഉം 12-ഉം. സങ്കീർത്തനം 84-ന്റെ 11-ഉം 12-ഉം പറയുന്നത് ഇങ്ങനെയാണ്. യഹോവ പറയുന്ന ഉറപ്പാണ്, ദൈവമാം യഹോവ ഒരു സൂര്യനും പരിചയം, കൃപയും മഹത്വവും ചൊരിയുന്ന ദൈവം. ഇനി പറഞ്ഞ ശ്രദ്ധിക്കണ്ടേ, നിഷ്കളങ്കതയോടെ നടക്കുന്നവരിൽ നിന്ന് യഹോവ ഒരു നന്മയും പിടിച്ചു വയ്ക്കുകയില്ല. കേട്ടോ, നമുക്ക് യഹോവയുടെ മുമ്പാകെ നേരായ വിധത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ യഹോവ ഒരിക്കലും ഒരു നന്മയും പിടിച്ചു വയ്ക്കത്തില്ല. പിന്നെ 12-ാം വാക്യത്തിൽ നമുക്ക് തരുന്ന ആഹ്വാനം എന്താണെന്നറിയാവോ? സൈന്യങ്ങളുടെ അധിപനായ യഹോവേ, അങ്ങയിൽ ആശ്രയം അർപ്പിക്കുന്നവൻ സന്തുഷ്ടനാണ്.
അതെ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾക്ക് എപ്പോഴും യഹോവയിൽ ആശ്രയിക്കാം. ഏത് സാഹചര്യത്തിലായിരുന്നാലും യഹോവയിൽ ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോഴത്തെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ലെന്നുള്ളതല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ പോലും നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുമോ? പ്രശ്നവും പ്രയാസവും സങ്കടവും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുമോ? മിക്കപ്പോഴും ആളുകൾ പറയുമോ, അതൊക്കെ എങ്ങനെയാണ് പറ്റുക, സങ്കടമുള്ളപ്പോൾ എങ്ങനെയാണ് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുക? പക്ഷേ ബൈബിൾ തരുന്ന ആഹ്വാനം എന്താണെന്നറിയാമോ? ദയവായി നിങ്ങളുടെ ബൈബിൾ അങ്ങോട്ടൊന്ന് തുറക്കാമോ? ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ക്രിസ്ത്യാനികൾക്ക് എഴുതിയപ്പോൾ എന്താ പറഞ്ഞു നോക്കി. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് പറയുന്നത്. അവിടെ പറയുന്നുണ്ടോ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കൂ, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുക. കേട്ടോ, എപ്പോഴും സന്തോഷിക്കാനാണ് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? കഷ്ടവും പ്രയാസവും പ്രതികൂല സാഹചര്യങ്ങളും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുക? അതിൻ്റെ പ്രതിവിധി 5-ഉം 6-ഉം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന 5-ാം വാക്യത്തിൽ പറയുന്നത്, വിട്ടുവീഴ്ച കാണിക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധത എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. മിക്കപ്പോഴും നമുക്ക് പ്രശ്നവും പ്രയാസവും സങ്കടവും ഒക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് കിട്ടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളെ ദുഃഖത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. അപ്പം നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ന്യായമായ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം, പ്രതീക്ഷ ഉണ്ടായിരിക്കണം, നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും. അപ്പോൾ നമുക്ക് സന്തോഷം നിലനിർത്താൻ കഴിയും. എന്നിട്ട് സന്തോഷം നിലനിർത്താൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 6-ാം വാക്യം പറയുന്നുണ്ടോ, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, കാര്യം എന്തായാലും പ്രാർത്ഥനയിലൂടെയും ഉള്ളുരുകിയുള്ള യാചനയിലൂടെയും നിങ്ങളുടെ അപേക്ഷകൾ നന്ദി വാക്കുകളോടെ ദൈവത്തെ അറിയിക്കുക. ഇപ്പം എന്ത് ചെയ്യേണ്ട? ഒന്നിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും അതിലടിയിൽ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്, ഒരു വരയിടേണ്ടതാണ്. എന്താണെന്നറിയോ? ഒന്നിനെക്കുറിച്ചും. അത് പണമായിക്കോട്ടെ, ശരീരാരോഗ്യം ആയിക്കോട്ടെ, ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകട്ടെ, എന്തും ആയിക്കോട്ടെ, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. കാര്യം എന്തായാലും എന്ത് ചെയ്യുക? അത് യഹോവയുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ യഹോവ എന്താ തരുന്നത്? യഹോവ നമുക്ക് എന്ത് തരും? 7-ാം വാക്യം പറയുന്നതാണ്, അപ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തു യേശു മുഖാന്തരം കാൽക്കും. കണ്ടോ? അപ്പം മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം നമുക്ക് തരുമെന്ന് മാത്രമല്ല, ഈ ദൈവസമാധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് വേറൊന്നുമല്ല. ഇത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില ആളുകളെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും, പക്ഷേ അവർ വളരെ പ്രസന്നരാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അവരോട് ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുന്നത്? ഇത്ര പ്രശ്നത്തെ മധ്യേ പോലും നീ വളരെ ഹാപ്പിയാണല്ലോ, അല്ലെങ്കിൽ നിൻ്റെ ഒരു പ്രശ്നം നിനക്കുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ എന്നെങ്ങനെയാണ്? അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അതാണ് ഇവിടെ. അതേപോലൊരു മനസ്സമാധാനം നമുക്ക് കിട്ടും. പ്രശ്നങ്ങളുടെ മധ്യേ പോലും നമുക്കൊരു സമാധാനം, ഒരു സന്തോഷം നമുക്ക് കിട്ടും. അപ്പം 4-ാം വാക്യം പറയുന്ന സത്യമല്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കൂ, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ട് യഹോവ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ മാനസിക സമാധാനം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും യഹോവയിൽ ആശ്രയിക്കാം. യഹോവ തരുന്ന എല്ലാം, ഇതുപോലുള്ള മനോഹരമായ വീടായിരുന്നാലും എന്ത് വീടുകളെ എന്തായിരുന്നാലും യഹോവ തരുന്നതിലൊക്കെ യഹോവയ്ക്ക് നന്ദി പറയുക. അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ സന്തോഷിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. യഹോവ തീർച്ചയായിട്ടും നമ്മളെ കൈപിടിച്ച് വഴി നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് അടുത്ത സാമ്രാജ്യമൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന സാമ്രാജ്യം അല്ലെങ്കിൽ ലോക രാജ്യം, ഗവൺമെൻറ് എന്ന് പറയുന്ന ദൈവരാജ്യമാണ്. യേശുക്രിസ്തുവും 1,44,000 പേരും ചേർന്ന് ഭരിക്കാൻ പോകുന്നൊരു രാജ്യമാണ് ഇനി ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭൂമി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ഒരു വാക്യം കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ ശുശ്രൂഷ അങ്ങോട്ട് നിർത്താം. ഏതാണെന്നറിയോ? വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള ദുഷ്ടന്മാരെല്ലാം അങ്ങ് നശിപ്പിച്ച് കളയും. ഈ ഭൂമിയിൽ മനഃപൂർവ്വമായിട്ട് ദുഷ്ടത ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരുടെ സമാധാനത്തെ കെടുത്തണമെന്ന് ഇറങ്ങിത്തിരിക്കുന്ന, കച്ച കെട്ടി ഇറങ്ങിത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെയൊക്കെ എത്ര പറഞ്ഞാലും നേരെ ആകുകയല്ലാത്ത ചില ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ യഹോവ നശിപ്പിച്ച് കളയും. യഹോവയ്ക്ക് അറിയാം അങ്ങനെയുള്ള ആൾ ആരാണെന്നുള്ളത്. അവരെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ഇവിടെ സൗമ്യതയുള്ള ആളുകളെ കൊണ്ട് ഈ മുഴുവൻ ഭൂമിയിൽ നിറയ്ക്കും. സൗമ്യതയായിരിക്കും അവിടെ.
അപ്പോൾ നമുക്ക് വാതിലുകൾ പൂട്ടേണ്ട, ഗേറ്റുകളിലൊന്നും പൂട്ട് വേണ്ട, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനോ കോടതികളോ ഒന്നും വേണ്ട, BSF പോലുള്ള ആർമികളോ ഒന്നും വേണ്ട. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നൊരവസ്ഥ. ഒരു പാതിരാത്രി ഒരാൾ വാതിലെ വന്ന് മുട്ടി കയറിയിരിക്കാൻ പറയാം, നമുക്ക് ധൈര്യമായിട്ട് പറയാം. അവരാരാണെന്നോ എവിടുന്നാണെന്നോ ഒന്നും ചോദിക്കണ്ട. എന്തുകൊണ്ടാണ്? ദുഷ്ടന്മാരില്ല. ദൈവത്തിൻ്റെ ഗവൺമെൻറ് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇവിടെ ദുഷ്ടന്മാരുണ്ടായിരിക്കുകയില്ല. നല്ല സൗമ്യരായിരിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു ഒരിക്കൽ പറഞ്ഞില്ലേ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കണ്ടോ, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഈ ഭൂമിയിലും ആകണമേ എന്നാണ്. കണ്ടോ, അപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആർക്ക് വേണ്ടി വരുന്നത്? നീതിമാന്മാരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ അവസ്ഥ ഈ ഭൂമിയിൽ സ്വർഗത്തെ പോലെ അവസ്ഥ ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് നമുക്കിനി വായിക്കുന്നത്. ശ്രദ്ധിക്കുക, വെളിപ്പാട് ദിവസം 21 അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം. അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു ശബ്ദം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. നമ്മൾ അങ്ങോട്ട് പോകുന്നല്ല പറയുന്നത്, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ദൈവം അവരോട് കൂടെ വസിക്കും. ദൈവം ആരോട് കൂടെ വസിക്കും? മനുഷ്യരോട് കൂടെ വസിക്കും. അവർ ദൈവത്തിൻ്റെ ജനമായിരിക്കും, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ, എന്നിട്ട് 4-ാം വാക്യം പറയുന്നുണ്ടോ, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ച് കളയും. അതിൻ്റെ അർത്ഥം എന്താ? ഇനി നമുക്ക് വിഷമിക്കേണ്ട ഒരു സംഗതി ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. വീടോ ഭവനോ ജോലിയോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ വൈകാരിക പ്രശ്നങ്ങളോ വാർദ്ധക്യമോ പോലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, കണ്ണുനീരെല്ലാം ദൈവം തുടച്ച് കളയും. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റുന്നതെന്നറിയോ? മേലാൽ മരണം ഉണ്ടായിരിക്കുകയില്ല. നമ്മളെല്ലാം പേടിക്കുന്നൊരു സംഗതി, നമ്മളെവിടെ പോയി ഒളിച്ചാലും നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് പിന്തുടർന്ന് കൊല്ലുന്ന ഒരു ശത്രുവാണ് മരണം. പിടിക്കുന്ന ശത്രുവാണ് മരണം. ആ മരണത്തെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം മരണത്തെ എന്നേക്കുമായിട്ട് വിഴുങ്ങിക്കളയും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ദുഃഖമോ നിലവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്നാണ്. ഈ പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും പ്രയാസവും ദുഃഖവും ദുരിതങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി. ഇനി ഉണ്ടാകുകയില്ല അത്. ഈ ഇനി അല്ലെങ്കിൽ മേലാൽ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നടക്കുന്നത് ഭൂമിയിലാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം മേലാൽ എന്നുള്ള വാക്ക് അത് ഇതുവരെ ഉണ്ടായിരുന്നു എന്നർത്ഥം. മരണം എവിടെ ഉണ്ടായിരുന്നത്? മേലാൽ മരണം ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ മരണം ഉണ്ടായിരുന്ന സ്ഥലം എവിടെയാണ്? ഭൂമിയിലാണ്. അതുകൊണ്ട് ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ദുഃഖമോ നിലവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? കാരണം 5-ാം വാക്യം പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ എല്ലാം പുതിയതാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഭൂമിയെ പുതിയതാക്കാൻ പോവുകയാണ്. പുതിയത് ഉണ്ടാക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പുതിയതാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, അപ്പം ഇത് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് യഹോവ തന്നെ നേരിട്ട് പറയാം, എഴുതുക, ഈ വാക്കുകൾ സത്യമാണ്, ഇവ വിശ്വസിക്കാം എന്നും ദൈവം പറഞ്ഞു. അതെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. ശരി, ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രജ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കൈകളെ ശുദ്ധീകരിക്കുക. മറ്റൊന്ന്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഒറ്റ വഴിയുള്ളൂ, ദൈവത്തിൻ്റെ വചനം പഠിക്കുക, അതനുസരിക്കുക. ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരൊക്കെ പറ്റിക്കാൻ പറ്റും, കബളിപ്പിക്കാൻ പറ്റും, കപടമായ ജീവിതം നയിക്കാൻ പറ്റും. പക്ഷേ യഹോവയെ കബളിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതവും നമുക്ക് നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിഷ്കളങ്കതയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നേരായ വഴിയിലൂടെ നടക്കുക. എന്താണ് നിഷ്കളങ്കം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? യഹെസ്കേൽ 18 അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നിർവചനം കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ് നിഷ്കളങ്കത? നിർമ്മലത. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഹോവയെ അറിയുകയും യഹോവയുടെ വഴി അനുസരിക്കുകയും നേരോടെ നടക്കുകയും ചെയ്യുന്നവനല്ലാതെ നീതിമാൻ ആരാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, അപ്പം നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം പഠിക്കാം, അതനുസരിച്ച് മുന്നോട്ട് പോകാം. തീർച്ചയായും യഹോവ നമ്മളെ അനുഗ്രഹിക്കും. ഇത്തരം സന്തോഷകരമായ സുദിനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയതിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. യഹോവയ്ക്കും ഒത്തിരി നമുക്ക് നന്ദി പറയാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ നേട്ടം കൊണ്ടോ ഒന്നുമല്ല, യഹോവയാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ, ഒത്തിരി ഭാഗത്ത് യഹോവയുടെ ആ കൈ രുചിച്ച് മനസ്സിലാക്കാൻ, യഹോവയുടെ ആ പിന്താങ്ങൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും യഹോവയെ കൂടുതൽ ആശ്രയിക്കാൻ,
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഈ സന്തോഷത്തിൽ പങ്കുവരാൻ തക്കൊണ്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയതിൽ. നമുക്കെല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം, എഴുന്നേറ്റ് നിന്ന് യഹോവയ്ക്ക് ഒരു നന്ദി പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ഈ പരിപാടി ശുശ്രൂഷ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് യഹോവയ്ക്ക് നന്ദി പറയുന്ന ഗീതം 46-ാമത്തെ ഗീതമാണ്. ആ ഗീതത്തിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46-ാമത്തെ ഗീതമാണ് യഹോവേ ഞങ്ങൾ നന്ദിയേകുന്നു എന്നുള്ള 1 തെസ്സലോനിക്കർ 5:18 ആസ്പദമാക്കിയുള്ള ഗീതമാണ് 46-ാമത്തെ ഗീതം. ഗീതത്തിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ പരിപാടി സമാപ്തിയിലേക്ക് കൊണ്ടുവരാം. ഗീതം നമ്പർ 46. പ്രാർത്ഥിക്കാം. യഹോവേ, സ്നേഹമുള്ള കരുണാമയനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്തോഷകരമായ സുദിനത്തിൽ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തലകളെ ഉണങ്ങാൻ ഈ അവസരം നൽകി തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ ഈ സന്തോഷത്തിൽ അവിടുത്തെ നന്മകളെ സംബന്ധിച്ച് ചിന്തിക്കാനും അവിടുത്തെ നല്ല ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഉള്ള അവസരം അവിടുന്ന് ഞങ്ങൾക്ക് തന്നു. യഹോവേ, ഞങ്ങളെല്ലാവരും എത്രത്തോളം അവിടുത്തെ ആശ്രയിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഓരോ നേട്ടങ്ങളും ഞങ്ങളുടെ ഓരോ കാൽവെപ്പുകൾ പോലും അവിടുത്തെ അനുഗ്രഹങ്ങളാണ്, അവിടുന്ന് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അവിടുന്ന് തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ സന്തോഷത്തോടെയുള്ള തുടർന്നുള്ള നാളുകളിൽ അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അവിടുത്തെ ഇഷ്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ ജീവിക്കാനും തക്കവണ്ണം അവരൊക്കെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെ തുടർന്ന് അവരുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടാൻ അവരെ സഹായിക്കണമേ. വീടിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഒത്തിരി അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. യഹോവേ, തുടർന്ന് വരുന്ന നാളുകളിലും ഈ പ്രദേശത്ത് അവിടുത്തെ നല്ലൊരു സാക്ഷ്യമായിട്ട് ഉതകാനും
നല്ല അവിടുത്തെ നാമത്തിന് മഹത്വം കരയേറ്റുന്ന വിധത്തിൽ തന്നെ ജീവിക്കാനും ഒക്കെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാളിച്ചകളും പാവങ്ങളും പുത്രൻ്റെ മോചന ബലിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരോടും ക്ഷമിക്കണമേ. അവിടുത്തോട് വിശ്വസ്തരായിരിക്കാനും അവിടുത്തെ നാമത്തിന് മഹത്വം കരയേറ്റുന്ന നല്ല മക്കളായി തുടരാനും ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ. ഇതുവരെയുള്ള എല്ലാ പരിപാടികളിലും അവിടുത്തെ സംരക്ഷണവും സഹായവും പരിപാലനവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തിയ അവിടുത്തെ ഹൃദയക്ക് നന്ദി പറയുന്നു. തുടർന്നുള്ള എല്ലാ പരിപാടികളുടെ മേലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം കരുതിയ ആഹാരത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. ദൈവമേ, അതിൻ്റെ ഊർജ്ജവും അവിടുത്തെ സേവനത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സന്തോഷത്തിൽ എല്ലാവരും കലർന്ന നല്ലൊരു സഹവാസം ആസ്വദിക്കാൻ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമേ, അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ ദൂതന്മാരുടെ സംരക്ഷണവും ഉണ്ടായിരിക്കണമേ. എല്ലാം അവിടുത്തെ ഇഷ്ടപുത്രന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഞങ്ങളുടെ ജീവൻ നായകനും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ യോഗ്യമായ നാമത്തിൽ ഈ അപേക്ഷകളെല്ലാം അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ചെറിയൊരു സ്നേഹ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അത് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും പോകാൻ വേണ്ടി.
താങ്ങുവിൻ സ്നേഹം, കരുണാർദ്ര സ്നേഹം നൽകിടുന്നോരീ സോദര. ഇല്ല നൽ സ്നേഹം ഇരുളുന്നീ ലോകം വിട്ടകന്നോരാമി നമ്മൾ. നിസ്വാർത്ഥ സ്നേഹം അത് നിന്നിടും അതെന്നും. സ്നേഹാദ്രമായി സ്നേഹിച്ചിടാമെന്നും യാഗേകുമ്പോൾ നാം സ്നേഹാദ്രമായി ജീവിച്ചിടും നിതാ. ഒരു നാളും നമ്മിൽ അണയില്ലെന്നുമാ. സ്നേഹമെന്നും ജീവിതത്തിൽ നാം തളരുമ്പോഴെല്ലാം താങ്ങിടുന്നോനാമെൻ ദൈവം. നൽകുവിൻ സ്നേഹം, അതു നൽകും മോദം. കാത്തുകൊള്ളുവെന്നും വിശ്വാസം. നിസ്വാർത്ഥ സ്നേഹം അത് നിന്നിടും അതെന്നും. സ്നേഹാദ്രമായി സ്നേഹിച്ചിടാമെന്നും യാഗേകുമ്പോൾ നാം സ്നേഹാദ്രമായി ജീവിച്ചിടും നിതാ. ഒരു നാളും നമ്മിൽ അണയില്ലെന്നുമാ. നാം സ്നേഹാദ്രമായി
സ്നേഹിച്ചിടാമെന്നും യാഹേകുമ്പോൾ നാം സ്നേഹാർദ്രമായി ജീവിച്ചിടും നിതാ ഒരു നാളും നമ്മിൽ അണയില്ലെന്നുമാ സ്നേഹമെന്നും 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 താരങ്ങൾ മിന്നും ശോഭയും സന്ധ്യാകാശവും ആനന്ദമേകും പൂക്കളും ആരാമങ്ങളും നിൻ കൈകൾ തീർത്ത സാഗരം നിൻ കൈ വിരിച്ച തീരവും എന്താശ്ചര്യമാ പറുദീസായിൻ സന്ദേശം പകർന്നിടുന്നു സന്തോഷം മർത്യരാം ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കായി നീയേകും സ്നേഹം അതിശ്രേഷ്ഠം നിൻ സമ്മാനം നിത്യമാം സന്തോഷമോ യഹോവേ നീയല്ലോ യാഹേ നിന്നാർദ്ര സ്നേഹത്തിൽ സന്തോഷിച്ചിടാം നീയേകി നിന്റെ നന്മയിൽ ഞങ്ങൾക്കായെല്ലാം എന്നെന്നും ഞങ്ങൾ ജീവിപ്പാൻ സമ്മാനമായി നിത്യാശയും ഞങ്ങൾക്കേകി നീ പറുദീസായിൻ സന്ദേശം പകർന്നിടുന്നു സന്തോഷം മധ്യരാം ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കായി നീയേകും സ്നേഹം അതിശ്രേഷ്ഠം നിൻ സമ്മാനം നിത്യമാം സന്തോഷമോ യഹോവേ നീയല്ലോ പ്രിയനേ നീ നൽകി ഞങ്ങൾ ജീവിച്ചിടാൻ ഈ പാരിൽ ഞങ്ങൾ എന്നേക്കും സന്തോഷിച്ചാനന്ദിപ്പാൻ പറുദീസായിൻ സന്ദേശം പകർന്നിടുന്നു സന്തോഷം മർത്യരാം ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കായി നീയേകും സ്നേഹം അതിശ്രേഷ്ഠം നിൻ സമ്മാനം നിത്യമാം സന്തോഷമോ യഹോവേ നീയല്ലോ പറുദീസായിൻ സന്ദേശം പകർന്നിടുന്നു സന്തോഷം മർത്യരാം ഞങ്ങൾക്കായി നീയേകും സ്നേഹം അതിശ്രേഷ്ഠം നിൻ സമ്മാനം നിത്യമാം സന്തോഷമോ